ഹായ്, നമ്മളിപ്പോൾ R&R ബിൽഡേഴ്സിൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറ്റ്യാടിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്ഥലം മാളയാണ്, ശ്രീരാജ് സാറിൻ്റെയാണ് സ്ഥലം. അപ്പോൾ സാറും ഫാമിലിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചു നോക്കാം. വാ. ഗുഡ് മോർണിംഗ് സാർ. എന്ത് തോന്നുന്നു പുതിയൊരു സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനൊക്കെ പോകണം? അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീട് പണിയാണെന്നൊക്കെ ആഗ്രഹമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടി. അപ്പോൾ ഒരു വീട് പണി ഇപ്പോൾ നല്ലൊരു ടീമിനെ തന്നെ കിട്ടണമെന്ന് തോന്നി. അങ്ങനെ എന്തുകൊണ്ടും നല്ലതെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇപ്പോൾ R&R ബിൽഡേഴ്സിനെ കണ്ടുപിടിച്ചത്? ഞാൻ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടത് ഇതായിട്ട്. അപ്പോൾ ഞാനൊന്നൊരു ജസ്റ്റ് ടോക്കൺ എന്നുള്ള രീതിയിലൊന്ന് അന്വേഷിച്ചു. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ പലരും ഇതിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവരായിട്ട് പിന്നെ ബിൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റായി. അങ്ങനെ ഓഫീസിലൊക്കെ വന്നിരുന്നു R&R? വന്നിരുന്നു. ഇപ്പോൾ പ്ലാനിങ് മുതലെല്ലാം R&R ബിൽഡേഴ്സ് തന്നെയാണ് ചെയ്തത്. എങ്ങനെയുണ്ട്? പ്ലാനിങ്ങിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമില്ല. 3D ഒക്കെ കണ്ടിരുന്നില്ലേ? 3D കണ്ടിരുന്നു, അയച്ചു തന്നിരുന്നു. ഓക്കെ. ഓപ്ഷൻസിനെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. വാസ്തുവൊക്കെ നോക്കിയെല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ, നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അതെല്ലാം അതുപോലെ തന്നെ ചെയ്തു തന്നു. ഒരു R&R ബിൽഡേഴ്സിലുള്ള ഒരു പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനധികം യൂണീക്കായിട്ട് ഈ ബസ് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാനൊരു അത്യാവശ്യം ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചില അവനിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ബിൽഡിങ് വീടുകളൊക്കെ അത്യാവശ്യം കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ പ്ലാൻ കണ്ടപ്പോൾ എനിക്ക് അതിനുണ്ടെന്ന് തോന്നി. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രീരാജ് സാറായിട്ടും ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ ഇതുവരെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അവരുടെ ഈ ഒരു പ്രതീക്ഷ നമ്മൾ ഈ വീട് പണി കഴിയുന്നത് വരെ മെയിൻറ്റെയിൻ ചെയ്യും. അവർ പ്രതീക്ഷിച്ചേക്കാട്ടും വേറെ ലെവലിൽ നമ്മൾ ഈ വീട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ.